എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ആദർശ് വേണുവിനെ പോയി കാണുന്നു. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അനന്തപുരിയിൽ ഇതുപോലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ കെട്ടിക്കൊണ്ട് വന്ന പെൺകുട്ടിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് അങ്ങ് സോൾവ് ചെയ്യണമെന്ന് വേണുവിനോട് പറയുക. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംസാരം ഉണ്ടായ സ്ഥിതിക്ക് അത് വേണു അനാമികയെ വിളിച്ചറിയിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അനാമിക അതിനെപ്പറ്റി വീട്ടിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. ജാനകിയോട് പറയുവാണ്, അമ്മയുടെ മോന് ആരുടെ കൂടെ വേണമെങ്കിലും നടക്കാം. ഞാനൊരു ആൺ സുഹൃത്തിൻ്റെ കൂടെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്നൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാകും എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് ന്യായീകരിക്കുന്നുണ്ട് അനാമിക. ഇതിനിടയ്ക്ക് ദേവയാനി അനിയെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദർശിൻ്റെ മനസ്സിൽ എന്താ, ആദർശ് എന്തുകൊണ്ടാണ് നയനോട് പിണങ്ങി നടക്കുന്നത് എന്നൊക്കെ. അന്നേരം അനി പറയും, അവർ രണ്ടുപേരും പിണക്കത്തിലാണ് എന്ന് എനിക്കറിയാം, അതിനുള്ള കാരണമൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ചോദിച്ചുകൊണ്ട് ചെന്നപ്പം നീ നിൻ്റെ കാര്യം നോക്കി പോയെന്നാണ് ആദർശേട്ടൻ എന്നോട് പറഞ്ഞതെന്ന് പറയും. അന്തേക്കും പെട്ടെന്ന് ദേവേനയുടെ മോഹം അങ്ങ് മങ്ങുവേ. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, അല്ല അവർ തമ്മിൽ പിണങ്ങും നയനേടത്തിനെ വീട്ടിൽ കൊണ്ട് വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷമാണല്ലോ വല്യമ്മയ്ക്ക്, പിന്നെ എന്തിനാ വല്യമ്മ വിഷമിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ ഇതൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല ദേവയാനിക്ക്. അവരെല്ലാം ഇത് അറിഞ്ഞു എന്നുള്ള കാര്യം ദേവയാനിക്ക് അറിയത്തുമില്ലല്ലോ. ഏതായാലും നയന തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുവാണ്. അന്നേരം ജലജയും ജാനകിയും അനാമികയും ഒക്കെ ഉണ്ട്. അവർ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം നയന പറയുന്നുണ്ട്, ഞാനില്ലാതെ ആദർശേട്ടന് പറ്റില്ല, ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ട് അകത്തോട്ട് പോകുന്നുണ്ട്. അവരെല്ലാം അന്തിച്ച് നോക്കി നിൽപ്പുണ്ട്. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.